യോധ അക്കാഡമിയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തെക്കൻ സമ്പ്രദായത്തിലെ ഒറ്റക്കത്തിയുടെ ടെക്നിക്കുകളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒറ്റക്കത്തിയിൽ കഴുത്തിന് വരുന്ന ഒരു കുത്തിനെ ഒരു പ്രഷർ പോയിന്റ്, ഒരു മർമ്മം കൊണ്ട് എങ്ങനെ ഡിഫെൻഡ് ചെയ്യുമെന്നാണ് കാണുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഒരാൾ നമ്മളെ കുത്തുകയാണ്. നമ്മൾ ഇവിടെ കുത്തിനെ തട്ടിയത് ഈ പോയിന്റിലേക്ക് ഒന്ന് അമർത്തിയാണ് കത്തി പതിയെ കത്തി എന്ത് ചെയ്യാൻ പറ്റും, ആള് താഴെ കിട്ടും. കൈക്ക് അകഭാഗത്തുള്ള ഒരു പ്രഷർ പോയിന്റിലാണ് നമ്മളിപ്പോ അമർത്തുന്നത്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമ്മൾ കത്തിയെ നേരെ ഇവിടെ നിന്ന് തട്ടി താഴേക്ക് കൊണ്ടുവന്നു. കൈയുടെ ഈ അകഭാഗത്തുള്ള ഒരു പ്രഷർ പോയിന്റ്, ആ പ്രഷർ പോയിന്റ് പിടിക്കുന്ന സമയത്ത് ആളുടെ ശരീരത്തിന്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കൈ അവിടെ നിന്ന് അനങ്ങാൻ കഴിയാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാൻ, ഈ നമ്മുടെ ഈ ഭാഗത്ത് കൈയുടെ മുണ്ടക്കൈ മുഴങ്കൈ എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ ഭാഗത്തെ മുണ്ടക്കൈ എന്നും ഇത് മുഴങ്കൈ എന്നും പറയും. ഈ മുണ്ടക്കൈയില് അകഭാഗത്ത് നമുക്ക് ഏകദേശം 12ഓളം പ്രഷർ പോയിന്റ്സുകളുണ്ട്. അതിൽ ഒരു മർമ്മത്താണ് ഇപ്പൊ അടിക്കുന്നത്. ഈ മർമ്മം എന്ന് പറയുന്നത് വില്ല് മർമ്മം എന്ന് പറയും. ഈ വില്ല് മർമ്മത്തിൽ അടി കൊണ്ടാലും നമുക്ക് ഈ വില്ല് നമ്മൾ അമ്പ് വലിച്ച് ഇങ്ങനെ വിടുമ്പോ വില്ല് വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, വലിയ വിറച്ചുകൊണ്ട് വില്ല് പോകുന്നത്. അതുപോലെ ആ വില്ല് പോലെ ആള് നിന്ന് വിറയ്ക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ വില്ല് മർമ്മം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ 2 പ്രാവശ്യം കണ്ടത്. ആള് വൈബ്രേറ്റ് ചെയ്യും നമ്മൾ പിടിക്കുമ്പോൾ. ഇപ്പൊ അടിക്കുന്നു, ഇവിടെ തട്ടി ഇവിടെ വന്നതാ, ഇത്രയും വന്നു, ഇതാ നോക്കിക്കോളൂ. ഇപ്പൊ നിൽക്കുന്ന ആൾ ആ സമയത്താണ് ആ ഒരു ചലനം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ശ്രദ്ധിക്കണം. കാലിലേക്ക് കത്തി വീഴാതെ ശ്രദ്ധിക്കണം. കാരണം പ്രഷർ പോയിന്റിൽ കൈ അമർത്തി കഴിയുമ്പോൾ ആള് ടക്കനെ അങ്ങ് വിടും, പെട്ടെന്ന് കൈ വിടും. ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ഇതാ ഇവിടെ നിന്ന് നമ്മൾ കത്തിയെ കുത്തി തടുത്ത് ഇതിന്റെ താഴേക്ക് വന്നിട്ട് ഈ പോയിന്റിൽ ഈ കയ്യിൽ അമർത്തുന്നത്. അമർത്തിയാൽ ആ സെക്കൻഡിൽ തന്നെ പിടുത്തം വിടും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.